ഹൈ മക്കൾസ്, ഇറ്റ്സ് എ ബിഗ് അപ്ഡേറ്റ്. വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മാറ്റമാണ്, നിങ്ങളെ തന്നെ ചില ബാധിക്കാവുന്ന മാറ്റമാണ്. ഇത്രയും കാലം നിങ്ങൾ കിട്ടിക്കൊണ്ട് സി മാർക്ക് 20 മാർക്ക് അല്ലെങ്കിൽ 20% നിങ്ങളുടെ സി മാർക്ക് നിങ്ങൾക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ ആ 80 മാർക്കിൻ്റെ 20 മാർക്ക് സി മാർക്കും കൂടിയായിട്ട്, അതായത് 100 മാർക്കായിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നേരെ മറിച്ച് 40 മാർക്കിൻ്റെതാണെങ്കിൽ 10 മാർക്ക് എന്താണ് അതിൻ്റെ സി മാർക്കായിരിക്കും. അങ്ങനെ 50 മാർക്കായിരിക്കും നിങ്ങൾ എന്തുണ്ടായിരിക്കുക, ടോട്ടൽ മാർക്ക് ഉണ്ടായിരിക്കുക. ഈ രീതിയിൽ നിരന്തരം നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. 20 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് അല്ലെങ്കിൽ 20% മാർക്ക് ഇനി അങ്ങോട്ട് പകുതിയായി ചുരുങ്ങാൻ വേണ്ടി പോവാണ്. സാർ എന്ത് വർത്താനം സാർ, നെഗറ്റീവ് അടിക്കല്ലേ. ദിസ് ഇസ് നോട്ട് അബൌട്ട് യുവർ നെഗറ്റീവ്, അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് അല്ല, നിങ്ങൾ നെഗറ്റീവായി ബന്ധപ്പെട്ട ഒരു കാര്യമില്ല. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്ന പുതിയ മാറ്റം എന്ന് പറഞ്ഞാലോ, ബയോളജിക്കും കെമിസ്ട്രിക്കും ഫിസിക്സിനും എന്ത് കൊണ്ടുവരാൻ വേണ്ടി പോവാണോ, ലാബ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ലാബ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ലാബ് കയറാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ പാമ്പിനെ കുപ്പിയിൽ വെച്ചത്, അതുപോലെ തന്നെ എന്തൊക്കെയോ സാധനങ്ങളെ നിരത്തി വെച്ചു. എന്താ അതൊക്കെ ലാബ് അങ്ങനെ 10ാം ക്ലാസ്സിൽ കിട്ടും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും 10ാം ക്ലാസ്സിലെത്തും ലാബ് കയറാൻ. ഒരു മനുഷ്യന്മാരും കയറൂല അല്ലേ. അതുപോലെ ഇടക്ക് മൈക്രോസ്കോപ്പ് വെച്ചൊരു സാധനം നോക്കാൻ വേണ്ടി ഞങ്ങൾ ലാബ് കയറണമെന്ന് വിചാരിച്ചു. അപ്പോൾ മൈക്രോസ്കോപ്പായി ടീച്ചർ എവിടെ വന്ന് ക്ലാസ് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ ലാബിൻ്റെ അവസ്ഥ. ഫിസിക്സ് ലാബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കെമിസ്ട്രി ആയിക്കോട്ടെ, ലാബൊന്നും നമ്മൾ ലാബിലേക്ക് പോകാറില്ല, ലാബ് നമ്മളെ ക്ലാസ് റൂമിലേക്ക് വരാറാണ് പതിവ് അല്ലേ. എന്നാൽ അതിനപ്പുറത്തേക്ക് കുട്ടികളൊന്നും കൂടി ലാബ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചും കൂടി പ്രാക്ടിക്കലി പഠിക്കുന്ന കാര്യത്തെ കൃത്യമായി അതിനെപ്പറ്റി കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടി ലാബ് നിർബന്ധമാക്കാൻ വേണ്ടി പോവുകയാണ്. ലാബ് നിർബന്ധമാക്കുമ്പോൾ നമുക്ക് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന സി മാർക്കിൻ്റെ 10% മാർക്ക് എവിടേക്ക് പോകും, ലാബിലേക്ക് പോകും. അതായത് ലാബ് കൃത്യമായി അറ്റൻഡ് ചെയ്യണം. ലാബ് അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രമല്ല, ലാബിൻ്റെ റെക്കോർഡ് എഴുതണം. അപ്പോൾ കൃത്യമായി ഓരോ ലാബിൽ നമ്മൾ പോകുന്നു, ഓരോ ലാബിൽ നിങ്ങൾ പോകുമ്പോൾ കൃത്യമായി ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്ന് കൃത്യമായി ലാബിൽ നടന്ന കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടും എല്ലാം കൂടി കൃത്യമായി എഴുതിയ റെക്കോർഡ് ഉണ്ടായിരിക്കും. ആ റെക്കോർഡ് ക്ലാസ് ടീച്ചറിന് സബ്മിറ്റ് ചെയ്യണം. അതെല്ലാം കൂടി ക്ലിയർ ആയാൽ മാത്രമേ ബാക്കിയുള്ള 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ഇത്രയും കാലം വെറുതെ കിട്ടിക്കൊണ്ടിരുന്ന പല മാർക്കുകൾക്ക് മാർക്ക് ആക്ച്വലി പകുതിയായി കുറഞ്ഞു തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് പറയാൻ വേണ്ടി ഒരു സാധനം അല്ലേ. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ വേണ്ടി. ഇത് എപ്പോൾ വരും എന്നറിയില്ല. നിലവിൽ ഇതിൻ്റെ പഠനങ്ങളൊക്കെ കഴിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ക്രിസ്മസ് എക്സാമിന് ശേഷം വന്നേക്കാം. അതായത് നിങ്ങളുടെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്ക് ഒരു ലാബ് എക്സാം പോലെ തന്നെ ഇത് കൃത്യമായി കൊണ്ടുവന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ വിദ്യാർത്ഥികൾ ഇതിനെപ്പറ്റി കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നിലവിലെ കാര്യങ്ങളൊക്കെ വേഗം പഠിച്ച് നല്ല വൃത്തിയായി നല്ല മക്കളാക്കിയിരിക്കുക. പല മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും, ഇനി നിങ്ങൾക്ക് ലാബ് വന്നാലും ചിലപ്പോൾ ലാബിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരാൻ സാധ്യത ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെ ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് മാക്സിമം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും അതൊക്കെ നമ്മൾ ചെയ്തു തരാൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ആ ടീച്ചേഴ്സും റെഡിയാണ്. സോ ആദ്യം നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് വേണ്ടി മറക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.